പലപ്പോഴും നാം നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഇല്ലായ്മകളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഭാരപ്പെട്ട് ഞെരുങ്ങാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് ഇതെല്ലാം സന്തോഷത്തോടെ സഹിച്ചവനാണ്. സ്തോത്രം. ഇതെല്ലാം വളരെ സന്തോഷത്തോടെ സഹിച്ചവനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ഈ കാര്യങ്ങൾ ഓർക്കാതെയാണ് ചെറിയ കാര്യങ്ങൾ, ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവേ നീ എൻ്റെ കഷ്ടങ്ങൾ അറിയുന്നില്ലയോ, നീ എൻ്റെ പ്രയാസങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകുന്നത്. ആകയാൽ ദൈവജനമേ, നാം അങ്ങനെ നിരാശപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് പോകേണ്ടവനല്ല. നമുക്ക് വേണ്ടി ഈ സകല ഇല്ലായ്മയും അനുഭവിച്ചവൻ, ആ ഏകദേശം 30 വർഷം അവർക്ക് അടങ്ങിപ്പാർത്തു, കീഴടങ്ങിപ്പാർത്തു. അവർ കളവ് പറയുമ്പോൾ അത് സഹിച്ചുകൊണ്ടിരുന്നു. ഈ നമ്മുടെ കർത്താവ് ഇത്ര വർഷക്കാലം 30 വയസ്സ് വരെ അവർക്ക് കീഴടങ്ങിയിരുന്നു. മറിയയുടെ പുത്രനെന്ന് വിളിച്ചപ്പോഴും അവനൊരു വേദനയുണ്ടായില്ല. ആ വേദന സഹിച്ചു. തച്ചനെന്ന് വിളിച്ചിട്ട് അവനേറ്റു. നിങ്ങൾക്കറിയാം, അവൻ്റെ സ്വന്തം നഗരത്തിൽ അവനെ സ്വീകരിച്ചില്ല. ഈ ചെറുക്കൻ്റെ എന്തുവാ എന്നാണ്. ഇത്ര താടിറങ്ങി വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പറയുന്നുണ്ടല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിലെ 5-ാം വാക്യം വായിച്ചാൽ, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു എത്ര താഴ്മയുള്ളവരായി സഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം താഴ്മയുള്ളവരായി, കർത്താവേ നിൻ്റെ ഭാവം എന്നിൽ തരണമേ. നമുക്ക് തലകളെ മടക്കി പ്രാർത്ഥിക്കാം. മറിയയ്ക്കും യോസഫിനും സഹോദരന്മാർക്കെല്ലാം കീഴടങ്ങി പാർത്തിയ യേശുവിനെ നോക്കാം. അവൻ ആരാണ്? സകലരുടെയും ദൈവം, എല്ലാവരുടെയും പിതാവ്. നമ്മൾക്ക് വേണ്ടി താണിറങ്ങി വന്ന് അവൻ്റെ പാതയാണ് നാം പിൻപറ്റേണ്ടത്. അവനെ തിരിച്ചറിഞ്ഞ് പൗലോസ് പറയുന്നത്, ഞാൻ സകലതും ചപ്പുകുപ്പയെന്നറിയുന്നു, എനിക്ക് അവനെ അറിയണം. പ്രിയമുള്ളവരെ, ഞാനിപ്പോഴും അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ സംഭവങ്ങളിൽ കൂടെ ഞാൻ അവനെ അറിയുകയാണ്. ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളിൽ കൂടെ അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, അപകടങ്ങൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം അവനെ ഒന്നുകൂടെ അടുത്തറിയുവാനുള്ള ഭാഗ്യമാണ്. സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവനെ അടുത്തറിയുവാനുള്ള ഭാഗ്യമാണ്. ആകയാൽ അവനോട് അടുത്ത് വസിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം.